ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറാണ്. അതായത് SM&FHP ഇതിലെ 4ാമത്തെ മൊഡ്യൂളാണ് ഫ്രാക്ഷണൽ ഹോഴ്സ് പവർ മോട്ടോഴ്സ്. അപ്പോൾ അതിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആദ്യം ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കൺസ്ട്രക്ഷനാണ്. അതായത് ഒരു സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ കൺസ്ട്രക്ഷനാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റത്തെ പാർട്ട് അതാണ്. അപ്പോൾ അതിൽ 2 പാർട്ടായിട്ടാണ് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അക്കോർഡിംഗ് ടു കൺസ്ട്രക്ഷൻ. അതായത് ഫസ്റ്റ് വണ്ണ് എന്താണ്, സ്റ്റേറ്റോറാണ്. രണ്ടാമത്തെ എന്താണ്, റോട്ടോറാണ്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേറ്റോർ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, ഒരു സ്റ്റേഷനറി പാർട്ടാണ്. സ്റ്റേഷനറി പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു ഭാഗമാണ്. സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു ഭാഗമാണ് എന്ത്, സ്റ്റേറ്റോർ പാർട്ട്. അപ്പോൾ അതിന് പറയുന്ന പേരാണ് സ്റ്റേഷനറി പാർട്ട്. ഇനി രണ്ടാമത്തെ പാർട്ടാണെന്ത്, റോട്ടോർ പാർട്ട്. ഈ റോട്ടോർ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ റൊട്ടേറ്റിംഗ് പാർട്ടിന് പറയുന്ന പേരാണ് എന്ത്, റോട്ടോർ എന്ന്. അതായത് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ നമ്മൾ രണ്ടായിട്ടാണ് അക്കോർഡിംഗ് ടു കൺസ്ട്രക്ഷൻ പ്രകാരം നമ്മൾ രണ്ടായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ഒന്ന് സ്റ്റേറ്റോർ പാർട്ട്, അതെന്താണ്, അതിൻ്റെ സ്റ്റേഷനറി പാർട്ടായിരിക്കും, അതായത് നിശ്ചലാവസ്ഥയിൽ കിടക്കുന്ന പാർട്ട്. രണ്ടാമത്തത് റോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, റൊട്ടേറ്റിംഗ് പാർട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റത്തെ പാർട്ടായ സ്റ്റേറ്റോർ പാർട്ടിനെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ സ്റ്റേറ്റോർ പാർട്ട് എന്താണ്, അതായത് മെയ്ഡപ്പ് ഓഫ് സിലിക്കൺ സ്റ്റീലാണ്. സിലിക്കൺ സ്റ്റീൽ കൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, സ്റ്റേറ്റോർ പാർട്ട് നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ എന്തുണ്ട്, സ്ലോട്ടഡ് സ്റ്റാമ്പിംഗ് ഉണ്ട്. ഓട്ടെ, അതായത് സ്ലോട്ടഡ് സ്റ്റാമ്പിംഗ് ഉള്ള സിലിക്കൺ സ്റ്റീൽ കൊണ്ടാണ് എന്ത്, സ്റ്റേറ്റോർ പാർട്ട് നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ ഈ സ്റ്റാമ്പിങ്ങിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ലാമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ലാമിനേഷൻ എന്തിനാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്ററിസിസ് ലോസ് അതുപോലെ അയേൺ ലോസ് എന്നിവ കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സ്റ്റാമ്പിങ്സിനെ എന്ത് ചെയ്യുന്നത്, നമ്മൾ ലാമിനേറ്റ് ചെയ്യുന്നത്. അതായത് ഇവിടെ സിലിക്കൺ സ്റ്റീലിൻ്റെ സ്ലോട്ടഡ് സ്റ്റാമ്പിങ് കൊണ്ടാണ് എന്ത് ഉണ്ടാക്കിയിട്ടുള്ളത്, സ്റ്റേറ്റോർ പാർട്ട്. ഒരു സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സ്റ്റേറ്റോർ പാർട്ട് നിർമ്മിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയ്ഡപ്പ് ഓഫ് എന്താണ്, സിലിക്കൺ സ്റ്റീലാണ്. എങ്ങനെ, സ്ലോട്ടഡ് സ്റ്റാമ്പിങ്സ്, അതായത് ലാമിനേറ്റ് ചെയ്ത സ്ലോട്ടഡ് സ്റ്റാമ്പിങ്സ് ഉള്ള സിലിക്കൺ സ്റ്റീൽ കൊണ്ടാണ് എന്ത്, സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ സ്റ്റേറ്റോർ പാർട്ട് നിർമ്മിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തിനാണ് ലാമിനേഷൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതായത് ഹിസ്റ്ററിസിസ് ലോസും അതുപോലെ അയൺ ലോസ് എന്നിവയൊക്കെ കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാമിനേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റുകളാണ് ഈ സ്റ്റേറ്റർ എന്നുള്ള ഈ ഭാഗത്ത് നമ്മൾ എഴുതേണ്ടത്. ഇനി അടുത്തൊരു പാർട്ടാണ് എന്ത്, റോട്ടോർ എന്നുള്ള ഈ പാർട്ട്. ഓക്കെ, അപ്പോൾ റോട്ടോറിലെ പോയിന്റുകൾ നോക്കാം. റോട്ടോർ എങ്ങനെയാണ്, ഐഡൻറ്റിക്കൽ ടു, അതായത് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡൻറ്റിക്കൽ ടു 3 ഫേസ് സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടർ. അതായത് ത്രീ ഫേസ് സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ റോട്ടോർ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇവിടെ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ റോട്ടോർ. പിന്നെ അടുത്തത് റോട്ടോർ കൺസിസ്റ്റ് അൺഇൻസുലേറ്റഡ് കോപ്പർ ഓർ അലൂമിനിയം ബാർസ് പ്ലേസ്ഡ് ഇൻ സ്ലോട്ട്സ്. അതായത് റോട്ടോറിൽ എന്തുണ്ട്, സ്ലോട്ട്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ അൺഇൻസുലേറ്റഡ് ആയിട്ടുള്ള കോപ്പറിൻ്റെയോ അലൂമിനിയം ബാറുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സ്ലോട്ടിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതവിടെ സ്ലോട്ടിൻ്റെ ഭാഗത്ത് നമ്മൾ അതായത് അവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. അലൂമിനിയം ബാർസ് ആർ പെർമനൻ്റ്ലി ഷോർട്ടഡ് ബോത്ത് എൻഡ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻഡ് റിങ്സ്. ഓക്കെ, അതായത് എൻഡ് റിങ്സിൻ്റെ സഹായത്തോടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അലൂമിനിയം ബാർസിൻ്റെ 2 എൻഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഷോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റ് കൂടി നമ്മൾ റോട്ടോറിൻ്റെ ഭാഗത്ത് നമ്മൾ ഉൾപ്പെടുത്തണം. ഓക്കെ, സ്റ്റേറ്റർ സ്ലോട്ട്സിൻ്റെ പോയിന്റുകൾ എന്തൊക്കെയാണ് നോക്കാം. അപ്പോൾ സ്റ്റേറ്റർ സ്ലോട്ട്സിലെ ഫസ്റ്റ് പോയിന്റ് എന്താണ്, ഡിസ്ട്രിബ്യൂട്ടഡ് യൂണിഫോംലി. അതായത് യൂണിഫോം ആയിട്ടാണ് എന്ത്, സ്റ്റേറ്റർ സ്ലോട്ട്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ എന്താണ്, സിംഗിൾ ഫേസ് ആണ്. അതുപോലെ ഡബിൾ ലെയർ വൈൻഡിങ്സ് ഉണ്ട്. ഓക്കെ, അതുപോലെ ഈ സിംഗിൾ ഫേസ് വൈൻഡിങ് ആയതുകൊണ്ട് തന്നെ ഈ ഇവിടെ എന്ത് ചെയ്യില്ല, നോട്ട് പ്രൊഡ്യൂസ് RM, അതായത് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്തില്ല, സ്റ്റാർട്ടിംഗ് ടോർക്ക്, അത് നോ സ്റ്റാർട്ടിംഗ് ടോർക്ക്, അത് നോ RMF, അതുപോലെ നോ സ്റ്റാർട്ടിംഗ് ടോർക്ക്. അപ്പോൾ സിംഗിൾ ഫേസ് വൈൻഡിങ്ങിൻ്റെ ഒരു പ്രശ്നമാണ് എന്താണ്, ഇവിടെ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവില്ല. അതുപോലെ എന്തില്ല,
നോ സ്റ്റാർട്ടിംഗ് ടോർക്ക് ഉണ്ടാവില്ല. ഓക്കെ, ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ സിങ്ക്രണസ് സ്പീഡ് എങ്ങനെ കാണാൻ നോക്കാം. സിങ്ക്രണസ് സ്പീഡ് കാണാനുള്ള ഇക്വേഷന് 120F/P ആണ്. 120F/P ആണ്. അതിൽ P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പോൾസ് ആണ്. അതുപോലെ F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്ലൈ ഫ്രീക്വൻസിയാണ്, അതായത് നമ്മൾ കൊടുക്കുന്ന AC സപ്ലൈയുടെ ഫ്രീക്വൻസിയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ സിഗ്നൽ സ്പീഡ് കാണുക. പക്ഷേ നോർമലി ഇത് വർക്ക് ചെയ്യുന്ന കണ്ടീഷനിൽ എപ്പോഴും എന്തായിരിക്കും, സിഗ്നൽ സ്പീഡിലായിരിക്കില്ല, എപ്പോഴും അത് ലെസ് ദാൻ സിഗ്നൽ സ്പീഡിലായിരിക്കും ഇതെന്ത് ചെയ്യുക, ഈ ഇൻഡക്ഷൻ മോട്ടർ വർക്ക് ചെയ്യുക. ഓക്കെ, സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിൽ സിംഗിൾ ഫേസ് വൈൻഡിങ് ആയതുകൊണ്ട് തന്നെ എന്തുണ്ടാവില്ല, റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അതുപോലെ നോ സ്റ്റാർട്ടിംഗ് ടോർക്കാണ്. അപ്പോൾ അതിനൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിൽ ഒരു ഡബിൾ ഫീൽഡ് റിവോൾവിംഗ് തിയറി കാരണമാണ്. ഓക്കെ, എന്തുണ്ടാവാത്തത്, റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവാത്തത്. ഓക്കെ, അപ്പോൾ ഈ ഡബിൾ ഫീൽഡ് റിവോൾവിംഗ് തിയറി എന്നുള്ളത് നിങ്ങളെ മനസ്സിലുണ്ടാവണം. അത് കാരണമാണ് എന്തില്ല, റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് അതുപോലെ സ്റ്റാർട്ടിംഗ് ടോർക്കൊന്നും ചെയ്തില്ല ഇതിൽ ഇൻഡക്ഷൻ, അതായത് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിൽ ഡെവലപ്പ് ആവാത്തത്. ഓക്കെ, അപ്പോൾ അതെന്താണെന്നുള്ളത് ഒരു ചെറിയൊരു വിശദീകരണം, അതായത് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു വിശദീകരണമാണ് ഞാനിവിടെ ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഡബിൾ ഫീൽഡ് റിവോൾവിംഗ് തിയറി ജസ്റ്റ് ഒന്ന് മനസ്സിലാവുന്ന രൂപത്തിൽ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. കൂടുതലായിട്ട് നമ്മൾ അതിൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല, ജസ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗർ നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഈ ഫിഗറിൽ നമ്മൾ 2 മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ട്. ഓക്കെ, 2 മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ട്. അപ്പോൾ അതിലെ 2 മാഗ്നറ്റിക് ഫ്ലക്സ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതിനെ A എന്ന് കൊടുക്കുന്നു, ഇതിനെ C എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഈ സെൻട്രൽ കാണുന്നതാണ് ഇതിൻ്റെ റിസൾട്ടൻ്റ്. അപ്പോൾ 2 വെക്റ്റേഴ്സാണ്, ഫ്ലക്സിൻ്റെ 2 വെക്റ്റേഴ്സാണ്, സെയിം മാഗ്നിറ്റ്യൂഡാണ്. ഓക്കെ, അപ്പോൾ എയും ബിയും ഉണ്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ടൻ്റാണ് ഇവിടെ കാണിച്ചിട്ടുള്ള ഈ ഫ്ലക്സ്. ഓക്കെ, അപ്പോൾ ഇത് ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ഇവിടെ നോക്കാം. ഇനീഷ്യൽ സ്റ്റേജിൽ ഈ ഫ്ലക്സ് എന്താണ്, നമ്മൾ മാക്സിമത്തിലാണ്, 5M മാക്സിമത്തിലാണ്. അതായത് ഇനീഷ്യൽ സ്റ്റേജ്, ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ എന്താണ് 5M എന്ന് മാക്സിമം ഫ്ലക്സിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ രണ്ടാമത്തത് നോക്കാം. അപ്പോൾ ഈ ഫ്ലക്സിനൊരു ഇൻസ്റ്റൻറ്റ് 2 നോക്കാം. ഈ ഫ്ലക്സിനൊരു പ്രത്യേകത ഉണ്ട്, അതായത് ഇതിൽ എ ഇങ്ങോട്ടാണ്, അതായത് ആൻറ്റി ക്ലോക്ക് വൈസും C അങ്ങോട്ടാണ് ക്ലോക്ക് വൈസിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്, എത്ര, 60 ഡിഗ്രിയിലാണ് ഇപ്പോൾ ഇത് മൂവ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ റിസൾട്ടൻ്റ് ഫ്ലക്സ് നോക്കുക. റിസൾട്ടൻ്റ് ഫ്ലക്സ് നമുക്ക് എന്താ കിട്ടിയത്, 5M/2 എന്നാണ് കിട്ടിയത്. ക്ലിയർ അല്ലേ, 5M/2. ഓക്കെ, അപ്പോൾ ഇനി ആ ഗ്രാഫിലേക്ക് തന്നെ പോവാം. ഗ്രാഫ് നോക്കൂ. ഗ്രാഫിൽ നമ്മൾ ഇൻസ്റ്റൻറ്റ് 2 എന്താണ്, ഇൻസ്റ്റൻറ്റ് 2 ആണ് ഈ കാണിക്കുന്നത്. ഇൻസ്റ്റൻറ്റ് 2ൽ എന്താണ്, ആംഗിൾ 60 ഡിഗ്രി. അപ്പോൾ ഇതാണ് ടോട്ടൽ 5M. അപ്പോൾ ഇതിലെന്താണ് കറക്റ്റ് അല്ലേ, നമ്മൾ ഫ്ലക്സ് എന്താണ്, റിസൾട്ടൻ്റ് നമുക്ക് എന്താ കിട്ടിയത്, 5M/2. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് നോക്കാം. അടുത്തത് എന്താണ്, ഇപ്പോൾ A അതുപോലെ C എന്താണ്, ആംഗിൾ ഇപ്പോൾ 90 ഡിഗ്രിയാണ് അല്ലേ. ഇപ്പോൾ 90 ഡിഗ്രിയിലാണ് നിൽക്കുന്നത്, നോക്കുക 90 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ ഈ കേസിൽ ഫ്ലക്സ് എന്താണ്, ഇവിടെ 0 ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഗ്രാഫിക്കലായിട്ട് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്ത് നോക്കാം. ഗ്രാഫിലേക്ക് നോക്കാം. ഗ്രാഫിൽ കണ്ടോ, ഇപ്പോൾ എന്താണ്, ഇവിടെ ഫ്ലക്സ് ഈ പോയിന്റിൽ 0 ആണ്. അപ്പോൾ ഫ്ലക്സ് ഇവിടെ രണ്ടിലും എന്തില്ല, 2 മാഗ്നറ്റിക് ഫ്ലക്സ് നമ്മൾ കൺസിഡർ ചെയ്തു. ആ 2 മാഗ്നറ്റിക് ഫ്ലക്സിലും ഇപ്പോൾ എന്താണ് കിടക്കുന്നത്, 90 ഡിഗ്രിയിൽ എത്തുമ്പോൾ എന്താണ്, ഇത് 0യിലാണ് കിടക്കുന്നത്, ഫ്ലക്സേ ഇല്ല. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഫിഗർ നോക്കാം. അടുത്ത ഇൻസ്റ്റൻറ്റ് നോക്കാം. അടുത്ത ഇൻസ്റ്റൻറ്റിൽ എന്താണ് സംഭവിക്കുന്നത്, അടുത്ത ഇൻസ്റ്റൻറ്റിൽ ഇതാ എ ഈ സൈഡിലെത്തി, അതേപോലെ സിയും ഈ സൈഡിലെത്തി. അതായത് ഇപ്പോൾ 120 ഡിഗ്രി ആയി. ഓക്കെ, 120 ഡിഗ്രി ആയി. അപ്പോൾ ഇവിടെ നമുക്ക് എന്തുണ്ട്, ഒരു ഫ്ലക്സ് ഉണ്ട്,
റിസൾട്ടൻ്റ് ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ -5m/2 ആണ്. -5m/2. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഇത് നോക്കാം. ഗ്രാഫിലേക്ക് നോക്കൂ. എന്താ 120 ഡിഗ്രി ആകുമ്പോൾ നമുക്കെന്താണ് ഇവിടെ ഇതാണ് ടോട്ടൽ -5m മാക്സിമം. അപ്പോൾ ഇതിൻ്റെ പകുതി ഹാഫ്, അതായത് -5m/2 ഓക്കെ. ഫ്ലക്സ് -5m/2 ഇപ്പോൾ ഇവിടെ കിടക്കുന്നത്. ഇപ്പോൾ അടുത്ത ഇൻസ്റ്റൻറ്റ് നോക്കാം. മാഗ്നിറ്റ്യൂഡ് A അതുപോലെ C എന്തായി ഇപ്പോൾ 180 ഡിഗ്രിയിലായി. അപ്പോൾ നമ്മൾ റിസൾട്ടൻ്റ് മാഗ്നിറ്റ്യൂഡ് എന്താണ്, ഫ്ലക്സ് എന്താണ്, -5 മാക്സിമം -5m കിടക്കുന്നത്. അപ്പോൾ ആ ഗ്രാഫ് നോക്കൂ. അതായത് 180 ഡിഗ്രിയിലെത്തിയപ്പോൾ എന്താണ് മാക്സിമം -5m മാക്സിമത്തിൽ എത്തി. ഓക്കെ. അടുത്തത് 240 അല്ലേ, 240 ഡിഗ്രി. അപ്പോൾ അവിടെ ഈ മാഗ്നിറ്റ്യൂഡ് C ഈ ഭാഗത്തെത്തും. അതേപോലെ അതായത് മാഗ്നറ്റിക് ഫീൽഡ് ഫ്ലക്സ് A ഈ ഭാഗത്തേക്ക് എത്തും. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടിന് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുന്നത്, 5m -5m/2 ആണ്. -5m/2 ആണ് നമുക്കിതിൻ്റെ റിസൾട്ടൻ്റ് കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് നോക്കാം. ആ ഗ്രാഫിൽ കണ്ടോ 240. ഓക്കെ. അപ്പോൾ ഫ്ലക്സ് എന്താണ് കാണിക്കുന്നത്, ഫ്ലക്സിൻ്റെ ഗ്രാഫാണ് കാണിക്കുന്നത്. അപ്പോൾ എന്താണ് -5m/2 അല്ലേ, അതിൻ്റെ -5m/2 ഇപ്പോൾ കിടക്കുന്നത്. അതിൽ നമ്മളെ ഫ്ലക്സ് കിടക്കുന്നത്. ഓക്കെ. ഇനി നമ്മൾ അടുത്ത ഇൻസ്റ്റൻറ്റ് 7 നോക്കാം. ഇൻസ്റ്റൻറ്റ് 7 എത്തുമ്പോൾ എന്താണ് 270 ഡിഗ്രിയാണ് അല്ലേ. 270 ഡിഗ്രിയിലെത്തുമ്പോൾ എന്താണ് സിയും എയും. അപ്പോൾ റിസൾട്ടൻ്റ് ഫ്ലക്സ് എന്താണ് ഇവിടെ, എന്താണ് 0 ആണ് വരുന്നത്. റിസൾട്ടൻ്റ് ഫ്ലക്സ് ഇപ്പോൾ 0യിലാണ് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് നോക്കൂ. ഗ്രാഫിൽ കണ്ടോ ഫ്ലക്സ് ഇപ്പോൾ എന്താണ് 0. അതായത് ഇൻസ്റ്റൻറ്റ് 7 ഗ്രാഫിൽ എന്താണ് ഫ്ലക്സ് 0യിലാണ് വരുന്നത്. ഓക്കെ. ഇനി നെക്സ്റ്റ് വീണ്ടും നമ്മൾ അടുത്തത് വീണ്ടും C, അതായത് C അതുപോലെ A അല്ലേ. C എന്താണ് 300 ഡിഗ്രിയിലേക്ക് എത്തും. 300 ഡിഗ്രിയിലെത്തുമ്പോൾ വീണ്ടും എന്താവും, റിസൾട്ടൻ്റ് ഫ്ലക്സ് എന്താവും 5m/2 ആവും. അത് 5m/2. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് നോക്കാം. അതായത് ഈ സൈക്കിൾ വീണ്ടും എന്ത് ചെയ്യാണ്, വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. ഓക്കെ. അടുത്ത ഇൻസ്റ്റൻറ്റിൽ എന്താവും, റിസൾട്ടൻ്റ് ഫ്ലക്സ് എന്താവും, രണ്ടും എന്താവും മാക്സിമത്തിലെത്തും. ഓക്കെ. അപ്പോൾ 360 ഡിഗ്രി. അപ്പോൾ ഇനി അടുത്ത ഇൻസ്റ്റൻ്റ് എന്താണ് 360 ഡിഗ്രിയാണ്. 360 ഡിഗ്രി ആകുമ്പോൾ നമ്മുടെ ഫ്ലക്സ് എന്താണ് ഇവിടെ മാക്സിമത്തിലാണ് എത്തുന്നത്. ഓക്കെ. മാക്സിമത്തിലെത്തി. അപ്പോൾ നമ്മുടെ മാഗ്നറ്റിക് ഫ്ലക്സ് ആയ എയും സിയും ഇപ്പോൾ എന്താണ് മാക്സിമത്തിലെത്തി. അപ്പോൾ എവിടെയാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടേക്ക് തന്നെ വീണ്ടും തിരിച്ചെത്തുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇവിടെ കണ്ടോ നമ്മുടെ ഇൻസ്റ്റൻറ്റ് 3 അതുപോലെ ഇൻസ്റ്റൻറ്റ് 7 ഈ രണ്ട് ഇൻസ്റ്റൻറ്റിലും എന്താണ് ഈ ഫ്ലക്സുകൾ എന്ത് ചെയ്യും തമ്മിൽ ക്യാൻസലായി പോകുന്നുണ്ട്. അതായത് ഇവിടെ റിസൾട്ടൻ്റ് എടുക്കുമ്പോൾ എന്താണ് നമ്മുടെ ഫ്ലക്സ് എന്താണ് ക്യാൻസലായി 0 ആയി പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് നമുക്കെന്ത് ഇവിടെ ഈ ഒരു സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിൽ എന്തുണ്ടാവാത്തത്, റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവാത്തത്. അത് കാരണം കൊണ്ട് എന്തില്ല, റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നില്ല, അത് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ എന്തുമില്ല, സ്റ്റാർട്ടിംഗ് ടോർക്കും ഇവിടെ ഉണ്ടാവുന്നില്ല. ഓക്കെ. അപ്പോൾ ഇതാണ് ഡബിൾ ഫീൽഡ് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കുറച്ച് സിമ്പിളായിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു.